എല്ലാവർക്കും നമസ്കാരം. ഞാൻ പത്തനംതിട്ട ജില്ലയുടെ പടിഞ്ഞാറ് അതിർത്തിയായിട്ടുള്ള തിരുവല്ലയിൽ വളഞ്ഞോട്ടം എന്ന് പറയുന്ന സ്ഥലമാണ് ജനിച്ചതും ഇപ്പോൾ താമസിച്ചത്. എൻ്റെ അച്ഛനും അമ്മയ്ക്കും വലിയ വിദ്യാഭ്യാസമൊക്കെ കിട്ടുന്നതാണ്. സാധാരണക്കാരായിട്ടുള്ള കൂലിപ്പണി, നമ്മുടെ പോലെ തന്നെ മാതാപിതാക്കളെ പോലെ തന്നെ സാധാരണ കൂലിപ്പണിക്കാരായിട്ടുള്ള കിട്ടുന്നതല്ല. നാടിന്റെ പ്രത്യേകത എന്താണ് എന്ന് ചോദിച്ചാൽ അവിടെ എല്ലാവരും ക്രിസ്ത്യൻ ഭൂരിപക്ഷ പ്രദേശങ്ങളാണ്. ഹിന്ദുക്കൾ വളരെ കുറവാണ്, ദളിതുകൾ വളരെ കുറവാണ്. ക്രിസ്ത്യാനികളെ സംബന്ധിച്ച് ഭൂരിപക്ഷം പേരും ഈ ആത്മീയതയുമായി ബന്ധപ്പെട്ട് ഓർത്തഡോക്സ്, മാർത്തോമ, CSI അതുപോലെ തന്നെ പെന്തക്കോസ്ത് വിശ്വാസങ്ങളുടെ ഭാഗമായിട്ടുള്ള ആൾക്കാരാണ്. അതുകൊണ്ട് തന്നെ എഴുത്തുകളും ഒപ്പം കലകൾ ഇത്തരം കാര്യങ്ങളൊന്നും അവിടെ വലിയ പ്രാധാന്യമുള്ള ഒരു സമൂഹത്തിലൊന്നല്ല ഞാൻ ജീവിച്ചു വന്നത്. പ്രത്യേകിച്ച് പിന്നെ അതിൻ്റെ പ്രത്യേക സ്പോർട്സിനോട്, ഫുട്ബോളിനോടും ക്രിക്കറ്റിനോടും ഒപ്പം തന്നെ വോളിബോളിനോടും ഓട്ടംചാട്ടം ഇതുപോലുള്ള കായികപരമായിട്ടുള്ള വിനോദങ്ങളോടായിരുന്നു ആൾക്കാരുടെ താല്പര്യം. ഒരു പരിധിവരെ അതിൽ ഉന്നത വിദ്യാഭ്യാസമുള്ള ആൾക്കാരൊക്കെ വളരെ കുറവായിരുന്നു. അത്യാവശ്യം ഡിഗ്രി കഴിഞ്ഞ് കഴിഞ്ഞാൽ ക്രിസ്ത്യാനികളായാലും മറ്റുള്ള ഭാഗത്തുള്ള ആൾക്കാരാണ് അന്നത്തെ കാലത്ത് ബോംബെയിലോട്ടോ അല്ലെങ്കിൽ ഡൽഹിയിലോട്ടോ അല്ലെങ്കിൽ വടക്കേന്ത്യൻ സംസ്ഥാനങ്ങളിലേക്ക് പോകും. പിന്നെ അവിടെ വിദേശങ്ങളിലോട്ടോ യൂറോപ്പിലോട്ടും ഗൾഫിലോട്ടും പോകുന്ന ഒരു സാഹചര്യപ്പെട്ട ആൾക്കാർ. അപ്പം അവിടെയാണ് എൻ്റെ ഒരു ജനനം വളർച്ചയുണ്ട്. അതുകൊണ്ട് തന്നെ കലാപരമായിട്ടുള്ള കാര്യങ്ങളൊന്നും വലിയ താല്പര്യമുണ്ടെങ്കിൽ നമുക്ക് അതിനുവേണ്ടി വിനിയോഗിക്കാൻ പറ്റുന്ന സാഹചര്യം ഉണ്ടായിരുന്നില്ല. ഒപ്പം തന്നെ മറ്റുള്ള മേഖലകളുമായിട്ട് വലിയ ബന്ധങ്ങളൊന്നുമില്ല. എങ്ങനെയെങ്കിലും പഠിക്കണം, എങ്ങനെയെങ്കിലും ജീവിച്ചു പോകണം എന്നൊന്നും കവിഞ്ഞാൽ മറ്റു ലക്ഷ്യങ്ങളോ മറ്റു ഉത്തരവാദിത്തങ്ങളൊന്നുമില്ല. വീട്ടിലോ അങ്ങനെ വലിയ ഉത്തരവാദിത്തങ്ങളൊന്നും ഇല്ലാത്ത ഒരു അലസമായിട്ടൊരു ജീവിത സാഹചര്യമാണ്. അങ്ങനെയാണ് തൊട്ടടുത്തൊരു ചേട്ടൻ മുഖാന്തരമാണ് കണ്ണസ് സ്മാരക വായനശാല എന്നുള്ള വായനശാലയിൽ പോയി അംഗം നൽകുകയും അവിടെ നിന്ന് വായനകളുടെ ലോകത്തേക്ക് വരികയും സാധ്യതയുണ്ടായി. വലിയ പുസ്തകങ്ങളൊന്നും വായിക്കത്തില്ല. ആദ്യ കാലഘട്ടങ്ങളിൽ നമ്മുടെ നാടകങ്ങളും അതുപോലെ തന്നെ ഡിറ്റക്റ്റീവ് നോവലുകൾ, നോവലുകളൊക്കെയായിരുന്നു വായിച്ചുകൊണ്ടിരുന്നത്. പിന്നെ ചെറുകഥകളൊക്കെ വായിക്കാൻ തുടങ്ങി. അങ്ങനെ ഒരു 9ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് ആദ്യമായിട്ട് ഒരു ചെറുകഥ, അന്നത്തെ ഒരു ബാലസാഹിത്യം രാജാവിന്റെ പാട്ടെന്ന് പറഞ്ഞൊരു കഥ ചുമ്മാ എഴുതി. അപ്പൊ അത് ആദ്യമായിട്ട് അത് എൻ്റെ പെണ്ണുക്കും അനിയനും വായിക്കാൻ കൊടുത്തു. അവരത് വായിച്ച് നന്നായിട്ട് അത് ചിരിച്ചു. ചിരിച്ചതിന് എനിക്ക് ഭയങ്കര സന്തോഷമായി. അവിടെ നമ്മളെ അംഗീകരിക്കുക എന്നുള്ളൊരു പ്രധാനപ്പെട്ട സംഗതി. അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ അറിയാതെ തന്നെ അടുത്ത വീട്ടിലെ ഈ ചേട്ടന് തന്നെ കൊടുത്തു. വലിയ നാടകത്തിന് പേര്. അപ്പൊ പുള്ളിക്കാരത് വായിച്ചു നന്നായിട്ടുണ്ട് എന്ന് പറഞ്ഞു. എന്റെ നല്ല കക്ഷണം കൂടി ആയതുകൊണ്ട് പുള്ളി തന്നെ പേനയും പേപ്പറും മേടിച്ചു തന്നിട്ട് അതിനകത്ത് ഈ കഥ നന്നായിട്ട് എഴുതി പഠിക്കും. പുള്ളിക്കാരൻ തന്നെയാണ് ആദ്യമായിട്ട് അത് ബാലനക്ക് അയച്ചു കൊടുത്തു. അത് ബാലന്മാരുടെ 2 മാസം കഴിഞ്ഞ അത് പ്രസിദ്ധീകരിച്ചു. അങ്ങനെ ആദ്യമായിട്ട് മണിനോട്ട് കൊടുത്തേ ഞാൻ അറിയുന്നത് ഇതിന്റെ കഥ പ്രസിദ്ധീകരിച്ചിട്ടുള്ളത്. ഭയങ്കര സന്തോഷമായിരുന്നു. അന്ന് എൻ്റെ 100 രൂപയാണ്. കൂലിപ്പണിക്കാർക്ക് വളരെ 40 രൂപ കിട്ടുമ്പോഴത്തേക്കാണ് എൻ്റെ കളിക്ക് 100 രൂപ മണിനോട്ടായിട്ട് കിട്ടുന്നത്. ഭയങ്കര സന്തോഷം അങ്ങനെയൊക്കെയായിരുന്നു അതിനെ കണ്ടു കിട്ടി. ആ പൈസ സമ്പാദനം ഉള്ളതല്ലേ, എന്തിനും കിട്ടിയെത്തിച്ച. പക്ഷെ അത് ഭയങ്കര അഭിമാനമുള്ളൊരു കാര്യമാണ്. അങ്ങനെ പിന്നെ ബാലയുടെയും പൂമ്പാറ്റയിലും ചെറിയ ചെറിയ കഥകളായിരിക്കും ഒക്കെ ചെയ്തു. അങ്ങനെ വന്നു കഴിഞ്ഞിട്ട് പിന്നീട് ആ കഥ എടുത്തു മാറിയിട്ട് ഈ ടോംസിന്റെ പ്രസിദ്ധീകരണങ്ങളൊക്കെ വായിച്ചിട്ട് അദ്ദേഹത്തോടുള്ള ആരാധന തോന്നിയിട്ട് അതൊക്കെ കാർട്ടൂണിലോട്ട് കയറി. കാർട്ടൂൺ വായിക്കാനായിട്ട് പറഞ്ഞു. മലയാള പത്രത്തിലും മംഗളത്തിലും രാജൻ വളർന്നോട്ടെന്ന് പറഞ്ഞ് കാർട്ടൂണുകളായി. അത് അതിനകത്ത് ഇതുപോലെ മംഗളത്തിനകത്ത് 75 രൂപ കിട്ടും, രാജൻ പറഞ്ഞാൽ. പിന്നെ മനോരമയിൽ 100 രൂപ കിട്ടും കാർട്ടൂൺ വരുന്നത്. പ്രത്യേകിച്ച് ഒരു കാർട്ടൂൺ വരുമ്പോൾ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പേനയും പേപ്പറും എടുത്ത് പോക്കറ്റ് ഇട്ടുകൊണ്ട് നടക്കണം. കൂട്ടുകാരുടെ കൂടെ നടക്കുമ്പോൾ അവർ പറയുന്ന ചില വിറ്റുകളുണ്ട്. അവർ തന്നെ അറിയില്ല ഇതൊരു കാർട്ടൂൺ ഒരു സംഗതിയാണ്. മറന്നു പോയിരിക്കും. അന്നേരം പേന അത് നോട്ട് ചെയ്ത് കൊടുക്കും. എന്നിട്ട് പിന്നീട് അതിൻ്റെതായ രീതിയിൽ മാറ്റം നിർത്തിയിട്ട് അത് കാർട്ടൂണായിട്ട് അയച്ചു കൊടുക്കും. ഇന്ത്യനും ഒക്കെ മേടിച്ചിട്ടാണ് നമ്മൾ വീട്ടിൽ സ്റ്റോക്ക് കൊടുക്കും. എന്നിട്ട് അത് വരച്ച് അയച്ചു കൊടുക്കും. അങ്ങനെ വരുന്ന കാർട്ടൂണുകൾ നമ്മൾ ചില സമയത്ത് എനിക്ക് അന്ന് കിട്ടുന്ന 75 രൂപ 100 രൂപ എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര അഭിമാനമാണ്. കാര്യം നമ്മുടെ വട്ടച്ചെലവാണ്. കൂലിപ്പണിക്കൊക്കെ പോയിക്കൊണ്ടിരിക്കുന്ന അവസരത്തിൽ അതില്ലാതിരിക്കുന്ന അവസരത്തിൽ ചിലപ്പോൾ കിട്ടുന്ന ചില ഈ വരുമാനം മേഖലകളാണ്. പലപ്പോഴും പോസ്റ്റ്മാൻ എൻ്റെ അമ്മയ്ക്ക് കൊണ്ടുവന്ന്
ഞാൻ എൻ്റെ അമ്മയാണ് ഒരു റൂപ്പ് പോലെ വരച്ചിട്ട് അമ്മ മേടിക്കും. ഇത് കിട്ടാതെ വരുമ്പോഴത്തേക്ക് ഇത് വന്നിട്ട് ഇത് കിട്ടിയില്ലോ എന്ന് പറഞ്ഞിട്ട് അന്വേഷിക്കുമ്പോഴാണ് അമ്മ പോസ്റ്റ്മോർട്ടം ചെയ്യുന്ന അമ്മ മേടിച്ചു കൊടുക്കുന്നത്. അമ്മയുടെ അത് ഞാൻ കഴിഞ്ഞ ആഴ്ച നിങ്ങൾക്ക് കാര്യം മേടിച്ച് കഴിച്ചിരിക്കും പറയും. എന്തായാലും നമ്മൾ അമ്മയെ ചൂടാവും. എന്റെ പൈസ എനിക്കല്ലേ, അമ്മ എന്തിനെടുത്ത് അതെനിക്ക് ഞാൻ തരണ്ടേ ചോദിക്കും. അങ്ങനെയൊന്നും കിട്ടത്തില്ല. പക്ഷെ എന്നാലും നമ്മുടെ അഭിമാനമാണ്. നമ്മുടെ ആ ഒരു പൈസ കൊണ്ട് 10 രൂപ വരുമാനം കിട്ടി എന്ന് പറയുന്നത് നമുക്ക് ഭയങ്കര അഭിമാനമായിരുന്നു. പക്ഷെ എനിക്ക് വലിയ വിദ്യാഭ്യാസമൊന്നുമില്ല. ഞാൻ 10ാം ക്ലാസ് പാസ്സായി ഡിഗ്രി വരെ മാത്രമേ ഡിഗ്രി തോന്നി. പിന്നെ ഇങ്ങനെ നടക്കുന്ന പല അവസരത്തിലാണ് എങ്ങനെ വക്കീലോഫീസിൽ ജോലി കയറിയത്. അത് ജീവിതത്തിൽ ഒരു പദ്ധതി തന്നെയാണ്. 10-20 വർഷക്കാലം വക്കീലോഫീസിലുണ്ട്. അവിടെ ചെന്നിരിക്കുമ്പോൾ ഭയങ്കരമായ മാനസിക സംഘർഷമുള്ള ജോലിയായിരുന്നു. 2012 ഒക്ടോബർ മാസത്തിലെ കണ്ണൂർ പറഞ്ഞ പത്രത്തിനകത്താണ് കഥ ഇല്ലാത്തൊരു കഥ എഴുതി കൊടുക്കുന്നത്. അത് പിറ്റേ ആഴ്ച തന്നെ അത് പ്രസിദ്ധീകരിച്ച് പറഞ്ഞു. പ്രതിഫലമൊന്നും കിട്ടിയില്ല. പിറ്റേ ആഴ്ച ഇത് കിട്ടി. അപ്പം ഇതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ കോടതി പരസ്യം പ്രസിദ്ധീകരിക്കുന്ന ഒരു പുസ്തകമാണ്. കോടതി പരസ്യങ്ങളാണ് കാര്യം. ആർക്കെങ്കിലും ഒരു കോടതി പരസ്യം മനോരമ മാതൃകയിൽ കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഒരുപാട് പൈസയാകും. പക്ഷെ ഇതിനകത്ത് കൊടുത്തു കഴിഞ്ഞാൽ 10,000-2000 രൂപയാകും. അതുകൊണ്ട് എല്ലാവരും ഈ പത്രത്തിന് കോടതി പരസ്യം ചെയ്യുമ്പോൾ ഈ പത്രത്തിനകത്ത് കൊടുക്കും. പിന്നെ പ്രത്യേകം പറയുമ്പോഴത്തേക്ക് ഇത് പ്രതികളാർക്കും അറിയത്തില്ല. വാദിയല്ലേ കൊടുക്കുന്നത്, പ്രതി അറിയത്തില്ല. കാര്യം അവർക്ക് ഈ പത്രം ചെല്ലുന്നില്ല. പത്രം ചെന്നുള്ള പരസ്യം കൊടുക്കുന്നുള്ള രീതിക്ക് കോടതി കൊടുക്കുകയും ചെയ്യാം. ഇത് പ്രതിഭാവോട്ട് വായിക്കുന്നില്ല. അപ്പൊ അതിനകത്തുമാണ്. പക്ഷെ എന്റെ നിർഭാഗ്യം നിർത്തി ഈ മേഖലയോട് ഈ കഥ പ്രസിദ്ധീകരിച്ചതിന് ശേഷം പിന്നീട് കഥ എഴുത്ത് എന്ന് പറയുന്നത് പരിപൂർണമായിട്ടാണ് നിന്നുപോയി. വരയിൽ നിന്നുപോയി. പിന്നെ എഴുതാനും വരയ്ക്കാനും എനിക്ക് കഴിഞ്ഞില്ല. പിന്നെ അത് കഴിഞ്ഞ ശേഷം 2013 കാലഘട്ടമായി കഴിയുമ്പോഴത്തേക്കാണ് ഞാൻ നവമാധ്യമമായിട്ടുള്ള സോഷ്യൽ മീഡിയയിൽ ഞാൻ അംഗമാകെ അതിനകത്ത് അക്കൗണ്ട് എടുക്കുകയും അപ്പൊ ഇങ്ങനെ സ്കോഡ് ചെയ്ത് പോകുമ്പോഴത്തേക്ക് ആരോ എന്നെ എന്റെ തൂക്കിട്ട അതുപോലെ തന്നെ നല്ലൊരു ഗ്രൂപ്പുകൾ എന്നെ അറിയിക്കും. അതിനകത്ത് കുറെ കഥകളൊക്കെ എഴുതിയേച്ചു. ആ കഥ ഇങ്ങനെ വായിച്ചു കഴിയുമ്പോഴത്തേക്കാണ് എനിക്കും കഥ എഴുതാനൊക്കെ എനിക്ക് പറ്റുമല്ലോ. അപ്പൊ എനിക്കും ഇതൊരു കഥ എഴുതണം, ഇതിനകത്ത് പ്രസിദ്ധീകരിക്കണം എന്നൊക്കെ ഒരു ധാരണ എനിക്കുണ്ട്. അപ്പം ഞാൻ പിന്നെ എഴുതാനായിട്ട് തുടങ്ങി. പക്ഷെ കഥ എഴുതാനായിട്ട് പറഞ്ഞിട്ട് എനിക്ക് കഥ എഴുതുന്ന എന്റെ ആ ശൈലിയിലോട്ട് വരുന്നില്ല. എനിക്ക് എന്റേതായ ഒരു രീതിയുണ്ട്. എത്ര ശ്രമിച്ചിട്ടും വരുന്നില്ല. വരാമെന്ന് എനിക്ക് ഭയങ്കര വിഷമമായി. കാര്യം ആ എഴുത്ത് എന്റെ കയ്യിൽ നിന്ന് പോയി എന്നുള്ളത്. പിന്നെ അന്നേരം വായനയൊക്കെ നശിച്ചെങ്കിലും പിന്നെ ഞാൻ പുസ്തകം മേടിക്കാനും അതുപോലെ തന്നെ ഇതുപോലെ മാസികകളിലും അതുപോലെ മറ്റു പുസ്തകങ്ങൾ വായിച്ച് ചെറുകഥകളൊക്കെ വായിക്കാനൊക്കെ തുടങ്ങി കഴിയുമ്പോൾ പതുക്കെ ആ രീതിയിലോട്ട് പോകും. എന്നിട്ട് നമുക്ക് സംതൃപ്തകരമായിട്ടുള്ള രീതിയിലോട്ട് എഴുതാൻ പറ്റാമെന്ന് എനിക്ക് പറഞ്ഞു. സ്വന്തം അനുഭവത്തിൽ എന്തെങ്കിലും കാര്യങ്ങൾ ഒരു കഥയായിട്ട് എഴുതാം എന്നുള്ള തീരുമാനമായി അങ്ങനൊരു കഥ എഴുതും. അത് ഞാനും ഭാര്യയെ തമ്മിലുള്ള ഒരു ഞങ്ങൾ തമ്മിൽ ഇടപെട്ടില്ല. അത് തമാശ രീതിയിൽ തന്നെയാണ്. പ്രത്യേകിച്ച് അത് ഞാൻ പറയാം. ഞങ്ങളായിട്ട് ഇവിടെ കല്യാണം കഴിച്ചില്ല അയച്ചോളാണ്. അപ്പൊ അങ്ങനെ ഞങ്ങളുടെ ജീവിതം പറയുന്നത് ഇപ്പൊ ആദ്യമൊക്കെ ഭയങ്കര ദാരിദ്ര്യമായിരുന്നു, ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. വീട്ടുകാരുടെ ഇതൊന്നും ഇല്ലാതെ ഞങ്ങളൊരു വാടക എടുത്ത് താമസിച്ചു. അപ്പം അതിന്റെ ബുദ്ധിമുട്ട് പ്രയാസങ്ങൾക്ക് ഇടയിലാണ് ഞങ്ങളെ കൊച്ചു യാത്ര നടത്തുന്നത്. പിന്നെ ഞങ്ങൾ ആദ്യം കോട്ടയത്ത് വന്നു. ഈ കോട്ടയത്ത് വന്ന് അങ്ങനെ കോട്ടയത്ത് വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് അവിടെ ബസ് ഇറക്കി നടന്നു വരുമ്പോൾ അവിടെ ദാഹിക്കുന്നു പറഞ്ഞു. അത് സ്ഥിരമായിട്ടുള്ള സംഗതിയാണ്. ഇപ്പോഴാണ് അങ്ങനെ നല്ല ഹോട്ടൽ ഉണ്ടാകാം അല്ലെങ്കിൽ നല്ല ബേക്കറി ഉണ്ടാകാം, അവിടെ ദാഹിക്കുക വിശക്കുക ചെയ്യും. അപ്പൊ എന്നോട് പറയുന്നത് ദാഹിക്കുന്നു, ഞങ്ങൾ ഭക്ഷണം കഴിക്കണം. അപ്പൊ അതിനോടൊക്കെ എല്ലാവരും മിക്കവാറും യാത്ര ചെയ്യാറുണ്ട്. അപ്പൊ ഇങ്ങനെ കയറി ഒരു ഹോട്ടലിൽ കയറി അല്ല ഒരു ബേക്കറി കയറി കഴിഞ്ഞ് അവിടെ നിന്ന് സപ്ലൈർ പയ്യൻ വന്നു. ഇവരോട് ചോദിച്ചാൽ എന്ത് വേണമെന്ന് ചോദിച്ചു. ഇവിടെ പറഞ്ഞു എനിക്കൊരു നാരങ്ങാവെള്ളം വേണമെന്ന് പറഞ്ഞു. അപ്പൊ നാരങ്ങാവെള്ളം വേണമെന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് അന്ന് ഷാർജ അങ്ങോട്ട് ഇറങ്ങി തുടങ്ങിയ സമയം ഈ ഷാർജ തമ്മിൽ ഒരു പിടിയില്ല. ഞാൻ കളിപ്പിക്കാൻ വേണ്ടി ഞാൻ അവരോട് അവിടെ നാരങ്ങ വന്നു. എന്നോട് ചോദിച്ചിട്ടുള്ളൂ. ഞാൻ പറഞ്ഞു ഷാർജ വേണം. ഷാർജ അവിടെ ഉണ്ടെന്നുള്ള ബോർഡ് എഴുതി വെച്ചിട്ടുണ്ട്. അപ്പം ഞാൻ എറണാകുളത്ത് പോകുമ്പോഴത്തേക്ക് ഈ ഷാർജ കുടിച്ചിട്ടുള്ളതുകൊണ്ട് എനിക്ക് ഇതിനെപ്പറ്റി അറിയാം. അപ്പൊ ഞാൻ പറഞ്ഞു ഷാർജ എന്ന് പറഞ്ഞു. ആദ്യം എഴുതുന്ന നാരങ്ങാവെള്ളം വെച്ചു. അത് കഴിഞ്ഞിട്ട് എനിക്ക് ഒരു നാരങ്ങ ഈ ഷാർജ നാരങ്ങ ഗ്ലാസ് ഇത് തമ്മിൽ അമ്പരുന്നുണ്ട് ഇതിനകത്ത് നോക്കുന്നത്. കാര്യം ഈ ഷാർജ ഇത് കണ്ടിട്ടില്ല, അറിയത്തില്ല. ഞാൻ നോക്കിയിട്ട് പെട്ടെന്ന് തന്നെ ഇത് തിരിച്ചു പിടിച്ചു. എനിക്ക് ഷാർജയും തന്നു. പിന്നെ ഒരു നാരങ്ങാവെള്ളം എനിക്ക് നാരങ്ങാവെള്ളം ഷാർജയെ എടുത്തു കുടിച്ചു.
ഇറങ്ങിയ പരിപാടി ചോദിച്ചു എന്ത് ഇതിന്റെ പേരെന്നാന്ന് ചോദിച്ചു. ഞാൻ പേരൊന്നും പറഞ്ഞില്ല. പിന്നീട് അത് കഴിഞ്ഞതിന് ശേഷം പിന്നീട് ഒരു കുറച്ച് നാളോടെ കഴിഞ്ഞു. പക്ഷെ ആദ്യം കുറെ റൂമാറ്റങ്ങൾ വന്നു. ഒരു 5-6 മാസമുണ്ട്. ഞങ്ങൾ എറണാകുളത്ത് പോയി. എറണാകുളത്ത് പോയ സമയത്ത് ഇതുപോലെ ഒരു ഹോട്ടലുണ്ടപ്പോൾ അല്ല ഒരു ബേക്കറി ഉണ്ടപ്പോൾ ദാഹിച്ചു. ഞങ്ങൾ കയറി അതേപോലെ എന്നാ വേണമെന്ന് ചോദിച്ചു. ഇവിടെ ചാടിക്കാൻ പറഞ്ഞു ഒരു ഷാർട്ട വേണം. ഞാൻ ഓക്കെ അവര് ഷാർട്ട എന്നോട് ശരിക്കും എന്താ പറയുക, ഞാൻ പറഞ്ഞു ഫലൂഡ വേണമെന്ന്. അപ്പം ഇതുകൊണ്ട് ഈ ആദ്യം കൊണ്ട് ഷാർട്ട എനിക്കൊരു ഫലൂഡ കൊണ്ടുവച്ചു. ഫലൂഡയൊക്കെ നമുക്ക് ഈ ഐസ്ക്രീമും ചെറിയൊക്കെ വെച്ചിട്ട് അതിനകത്ത് കപ്പത്തി ചേർത്ത് സംഗതി ചേർത്ത് ആ പാട്ടുള്ളത് അവൾ പെട്ടെന്ന് തിരിച്ച് രണ്ട് മാറ്റി വെച്ചു. എനിക്ക് ഷാർജയിൽ നിന്ന് അവള് ഇത് കുറിച്ചു ഫലൂഡയെ വെച്ചു. അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ ഞങ്ങൾ ആലപ്പുഴ ചുമ്മാതെ ബീച്ചിൽ പൂത്തേക്കുമ്പോഴത്തേക്ക് ഇതുപോലെ ബേക്കറി അവിടെ ഫലൂഡയും ഇതൊക്കെ ഒന്ന് കഴിച്ചുകൊണ്ട് എന്നോട് ചോദിച്ചു. ഞാൻ എന്നോട് ചോദിച്ചു എന്ത് വേണമെന്ന് ചോദിച്ചു. ഈ പഴയ 2 ഓർമ്മകൾ കാര്യങ്ങളും അതിവിടെ മനസ്സിലുണ്ടല്ലോ. അവിടെ പെട്ടെന്ന് എന്നോട് പറഞ്ഞു മാഷ് കഴിക്കുന്ന മതി എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞിട്ട് സപ്ലൈയോട് അവർ കേൾക്കാതെ പറഞ്ഞു 2 സോഡ നാരങ്ങ സോഡ നാരങ്ങ വെച്ചു. ഇവിടെ ആർക്കും സിപ്പ് ചെയ്ത് നോക്കിയത് ഇതിന് ഉപ്പ പെട്ടെന്ന് അവൾ തിരിച്ചെടുത്ത് അത് ഉപ്പായിരുന്നു. അപ്പൊ ഇത് ഞാൻ അവർക്ക് ഇത് നല്ലൊരു സംഗതിയാണ് എന്ന് പറയുന്നതാണ് ആ എഴുത്തിന്റെ പിന്നീടുള്ള ഒരു തുടക്കമാണ്. പക്ഷെ അത് വളരെ നല്ല രീതിയിൽ ശ്രദ്ധിക്കപ്പെടുന്നത് മാത്രമല്ല, ഓൺലൈൻ അന്നത്തെ കാലത്ത് ഓൺലൈൻ പത്രങ്ങളിലൊക്കെ എഴുതുകയും ചെയ്തു. പലരും എടുത്തിട്ട് ഒരുപാട് ഷെയർ പോയ ഒരു കഥയായിരുന്നു അന്നത്തെ സംഗതി. ഇപ്പോഴും ഗൂഗിളിനകത്ത് 13 വർഷങ്ങൾക്ക് മുമ്പ് പിന്നെ നമ്മുടെ കല്യാണം കഴിഞ്ഞിട്ട് 22 വർഷം കഴിഞ്ഞു, 21 വർഷം കഴിഞ്ഞു. പക്ഷെ 13 വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഗൂഗിളിൽ പോലും ആൾക്കാർക്ക് കിട്ടുമായിരുന്നു. അപ്പൊ അത് എഴുതി അത് തന്ന അതിനകത്ത് വായിച്ച് അത് സോഷ്യൽ മീഡിയയിൽ വന്നതിനെ കിട്ടിയ ഒരു ആത്മവിശ്വാസം ഭയങ്കര വലുതായിരുന്നു. പിന്നീട് ആ ആത്മവിശ്വാസമാണ് പിന്നീട് കഥകളൊക്കെ എഴുതുന്നത്. പക്ഷെ ഏറ്റവും എനിക്ക് സന്തോഷം നൽകിയ 2 കഥകൾ, ഒന്ന് മറ്റൊന്ന് പറയുന്ന കഥയുണ്ട്, ഒന്ന് വിശുദ്ധ കഥ പറഞ്ഞ 2 കഥകൾ. അതാണ് ഏറ്റവും കൂടുതലായിട്ട് ശ്രദ്ധിക്കപ്പെടുന്ന കഥകളായിട്ട് വന്നത്. അത് പ്രധാനപ്പെട്ട മറ്റൊന്ന് പറഞ്ഞ കഥ ഓൺലൈനിൽ ഒരുപാട് ഓൺലൈനിൽ നമ്മുടെ വാട്സാപ്പിലും ഫേസ്ബുക്കിലൊക്കെ ഒരുപാട് പേര് ഷെയർ ചെയ്യുകയും ഒരുപാട് പേര് വാങ്ങിക്കുകയും പല സമയങ്ങളായിട്ട് നമുക്ക് തന്നെ എഴുതി നീ എഴുതിയതാണോ എന്ന് തന്നെ ചോദിച്ചുകൊണ്ട് നമ്മൾ പറഞ്ഞിട്ടുള്ള കഥകളൊക്കെ തന്നെയാണ്. പ്രിയപ്പെട്ട രഘുകുമാർ സാർ 57 ദീർഘകഥാകാരന്മാരെ കഥകളെ സമാപിച്ചുകൊണ്ട് ഒരു ചെറുകഥാ സമാജം DC ബുക്സ് പ്രസിദ്ധീകരിച്ചിരുന്നു. അദ്ദേഹം എന്റെ എഡിറ്റായിട്ട് വന്ന് ആ കഥ ആ പുസ്തകത്തിനകത്ത് പ്രസിദ്ധീകരിച്ചു. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എഴുത്തുകാരൻ എന്നുള്ള നിലയിൽ ഏറ്റവും വലിയ അംഗീകാരമായിരുന്നു അദ്ദേഹം എനിക്ക് തന്നത്. അപ്പം ഈ കഥ ഉൾപ്പെടെ 12 കഥകൾ ഉൾപ്പെടെയുള്ള ഒരു ചെറുകഥാ സമാരം കഴുത്തിലെ പറഞ്ഞതെന്ന് പറഞ്ഞ ഒരു ചെറുകഥാ സമാരം QA ടെസ്റ്റ് പ്രസിദ്ധീകരിക്കുന്നുണ്ടായി. ഇത് 1000 കോപ്പി അടിച്ച കോപ്പികൾ മുഴുവൻ തിരിച്ചു. ഈ അടുത്ത സമയത്ത് കുറച്ച് കോപ്പികൾ അടിച്ചിട്ട് കുട്ടിക്കാർക്ക് അത് കൊണ്ടുവരുന്നുണ്ട്. ഇപ്പം 2ാമത്തത് വീണ്ടും കിടക്കണമെന്ന് എന്നോട് പറഞ്ഞിട്ടില്ല. എന്തൊക്കെയാന്ന് പറഞ്ഞാലും എഴുത്തിനകത്തുനിന്ന് കിട്ടുന്ന ഒരു അംഗീകാരവും ഒരു ഭയങ്കരമായ ഒരു വലിയ ഇതാണ്. ഇങ്ങനെയാണ് അതിനെ പറയാന്ന് പറയുന്നത്. റെക്കോർഡ് ചെയ്യുമ്പോൾ എഴുത്തുകാരൻ എന്ന നിലയിൽ കിട്ടുന്ന ഒരു അംഗീകാരം വലിയൊരു നേട്ടം തന്നെയായിട്ട് തന്നെ കാണുന്നത്. വായിക്കുകയും ഞാൻ പറയുന്നത് കാലത്തെ അതിജീവിക്കാൻ കഴിയുന്ന കഥകൾ നമ്മുടെ എഴുത്തുകാരൻ ഉണ്ടാവണമെന്നാണ്. നോവലിസ്റ്റുകളിൽ ഉണ്ടാവണം. ഒരാൾ എഴുതുന്നതിനെക്കാട്ടി വ്യത്യസ്തമായിട്ടുള്ള എഴുത്തുകളും വ്യത്യസ്തമായിട്ടുള്ള കഥകളും ഉണ്ടാകുകയും അത്തരം കഥകളും എഴുത്തുകളും മറ്റുള്ളവർക്ക് വ്യത്യസ്തമാവുകയും ചെയ്യുമ്പോഴാണ് ആ എഴുത്തുകാരൻ കാലത്തിന് അനുസൃതമായിട്ട് നിലനിർത്തുകയും മലയാള സിനിമകൾ പോലെ ഏത് കാലഘട്ടത്തെ അതിജീവിക്കുന്ന സിനിമകൾ വരുമ്പോഴാണ് അതിന് ഏറ്റവും കൂടുതൽ മൂല്യം ഉണ്ടാകുന്നത്. നമ്മുടെ ഇടയിലുള്ള എഴുത്തുകാർക്ക് ഏറ്റവും നല്ല മൂല്യവത്തായിട്ടുള്ള കഥകളും കവിതകളും സൃഷ്ടിക്കാനായിട്ട് എല്ലാവർക്കും കഴിയട്ടെ. അപ്പം എനിക്ക് ഇത്തരം ഒരു അവസരം ഒരുക്കി തന്ന പ്രിയപ്പെട്ട സാംശേഷം ഒപ്പം അതിനെക്കാട്ടി ഉപരിയായിട്ട് സാംശാനെ വിളിക്കണം അവിടെ വരണം എന്ന് പറഞ്ഞു എന്നെ പറഞ്ഞു തന്നത് സാംശാനെ വിളിക്കാൻ നമ്പർ വരെ തന്നത് രഘുകുമാർ സാറാണ്. അദ്ദേഹത്തിന്റെ ഇടപെടൽ കൊണ്ടുണ്ടായിട്ടാണ് എനിക്ക് ഈ വേദിയിൽ പങ്കെടുക്കാൻ പറ്റുന്നത്. അപ്പം അദ്ദേഹം പറഞ്ഞു ആദ്യമായിട്ടാണ് എനിക്ക് ഇത്തരം ഒരു വേദി കിട്ടുന്നത്. ഞാൻ നിങ്ങൾക്ക് സംസാരിക്കാനും ഈ കഥയെ പറ്റി സംസാരിക്കാനും വേദി കിട്ടുന്നത് പലപ്പോഴും അതും എന്റെ ഹൃദയത്തിൽ തന്നെ എപ്പോഴും സൂക്ഷിക്കും. അപ്പൊ ഇതൊക്കെ 2 പേരും എന്നെ കേൾക്കുന്ന സെൻറ്റൻസിലാണ് നിങ്ങൾക്ക് എല്ലാവരും ഒരുപാട് നന്ദി അർപ്പിച്ചു.